ഈ ഒളിഞ്ഞു നോട്ടം പണ്ട് കാലം മുതലേ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ്. സിനിമയിലും മറ്റൊക്കെ കണ്ടിട്ടുണ്ടല്ലേ? പക്ഷേ ഈ ഒളിഞ്ഞു നോക്കുന്നതിലുള്ള ഒരു മാനസികാവസ്ഥ എന്തെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഒളിഞ്ഞു നോക്കുന്ന ആള് കാണുന്നതല്ല പലപ്പോഴും റിയാലിറ്റി എന്നുള്ളതാണ് സത്യം. കാരണം എന്താ വെച്ചാൽ ആ ഒളിഞ്ഞു നോക്കുന്ന ആളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എപ്പോഴും ആ കാണുന്ന കാഴ്ചകളിലുണ്ടാവും. ഉദാഹരണമായിട്ട് ഒരാളുടെ വാട്സാപ്പ് നമ്മൾ നോക്കുകയാണ്. അപ്പൊ അയാൾ വേറൊരാളായിട്ടുള്ള ചാറ്റിങ് കാണുകയാണ്. അങ്ങനെ ചാറ്റിങ് കാണുമ്പോൾ ചില ഇമോജി കാണുമ്പോൾ ഏറ്റവും അടുത്ത ബന്ധവും ചിലപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ ഭയങ്കര ഷോക്കിംഗ് ആവും. ഇതെന്താ ഇങ്ങനെ ഇമോജി അയച്ച ചിലപ്പോൾ ആ നേരത്ത് പറഞ്ഞ ഒരു സെൻസിൽ ആ കോണ്ടെക്സ്റ്റ് ആയിരിക്കും നോക്കിയിട്ടായിരിക്കും ഇമോജി വരുന്നത്. ഇഷ്ടപ്പെട്ട ഒരു കാര്യം കേട്ടപ്പോൾ അയാളുടെ മാനിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹഗ്ഗിന്റെ ഇമോജി അയച്ചോ എന്ന് വിചാരിക്കാം. അത് കാണുന്ന വേറൊരാൾ ഓ ഇവര് തമ്മിലുള്ള ബന്ധം ഇങ്ങനെയാണെന്ന് തോന്നിയാലോ? അവിടെ പ്രശ്നമല്ലേ? അപ്പോ പണ്ടൊക്കെ ആണെങ്കിൽ ഇപ്പൊ രണ്ടുപേര് തമ്മിൽ സംസാരിക്കുമ്പോൾ അവര് പറയുന്ന കാര്യങ്ങൾ അവർക്ക് ഏത് തരം മാനറിസം അന്നേരം കൈമാറാം, കൺവേ ചെയ്യാം. അവിടെ സംശയത്തിന് ഇടയില്ല. പക്ഷേ ഇപ്പോ അത് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാവുമ്പോഴത്തേക്കും അത് റെക്കോർഡഡ് ആണ്. ഈ റെക്കോർഡഡ് ആവുന്ന ചില ഇമോജികളോ അല്ലെങ്കിൽ ചില ആൻസേഴ്സോ വേറൊരാൾ നോക്കിക്കഴിഞ്ഞാൽ അത് അവരൊരിക്കലും ആ കോണ്ടസ്റ്റിനെ പരിഗണിക്കില്ല. അവർക്ക് ഈ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. അപ്പൊ അതൊരു വലിയ പ്രശ്നത്തിന് കാരണമാവും. അപ്പൊ അതുകൊണ്ട് പണ്ടത്തെ ഒളിഞ്ഞുനോട്ടം പോലെയല്ല, അതിനേക്കാൾ രൂക്ഷമാണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ വഴിയുള്ള ഒളിഞ്ഞുനോട്ടം. അത് അവനവനെയും കുടുംബത്തെയും പലപ്പോഴും നശിപ്പിക്കും.